ചൂരൽമല ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ ഉരുൾപൊട്ടലിൽ 67-കാരനായ അണ്ണയ്യന്റെ ജീവിതവും മാറിമറിഞ്ഞു. 2 ഏക്കർ പൊന്ന് വിളയുന്ന കാപ്പിത്തോട്ടവും വീടും കടമുറികളും എല്ലാം നഷ്ടമായതോടെ ഇന്ന് ഉപജീവനത്തിനായി ഓട്ടോ ഓടിക്കുകയാണ് ഈ വൃദ്ധൻ. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ കോടികൾ വിലമതിക്കുന്ന കൃഷിഭൂമി നഷ്ടമായ പലരെയും നമ്മൾ കണ്ടു. അക്കൂട്ടത്തിലായിരുന്നു അണ്ണയ്യനെയും നമ്മൾ പരിചയപ്പെട്ടത് കഴിഞ്ഞ വർഷം. ഒരു വർഷത്തിനിപ്പുറവും അണ്ണയ്യൻ സർക്കാരിനോട് തന്റെ കൃഷിഭൂമിയുടെ വില നൽകണമെന്ന അപേക്ഷയുമായി കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ അതിജീവനത്തിനായി അദ്ദേഹത്തിന്റെ ഒരു മുച്ചക്ര വാഹനമാണുള്ളത്. അണ്ണയ്യൻ ചേരുന്നു. ചേട്ടാ, അതിജീവനം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലല്ലേ? അതെ, അതിജീവനം പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ്. പക്ഷെ ഞങ്ങൾ കളക്ടറേറ്റ് കയറി ഇറങ്ങുന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. എനിക്കെൻ്റെ ആ മരങ്ങൾ കംപ്ലീറ്റ് മാറ്റിത്തരാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങി. അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ വില തന്നിട്ട് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കുക. പക്ഷെ നോ ഗോഷോണ്ട് അകത്ത് നമ്മുടെ പറയാൻ കൃഷി ചെയ്യുന്നത്. നാളെ ഗവൺമെന്റ് പറയാ കയറണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? എത്ര ഏക്കർ അവിടെ മൂടിക്കിടക്കുന്ന? എനിക്ക് 2 ഏക്കറുണ്ട്. നിറയെ കാപ്പി ഉണ്ടായിരുന്നു അല്ലേ? നിറയെ കാപ്പി ഉണ്ടായതാണ്. നിറയെ കാപ്പി, കുരുമുളക്, കവുങ്ങുമായിരുന്നു. പിന്നെ ആവക്കാട കൃഷിയുമായിരുന്നു. അതെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. നല്ലൊരു വരുമാനമുള്ളൊരു വ്യക്തി. ഒരു 20-25 ലക്ഷത്തിന്റെ അടുത്ത് വരുമായിരുന്നു. കാരണം അത് കാപ്പിക്ക് വില ഉള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ കൊല്ലാണ് ഈ വില വന്നത്, അതുകൊണ്ടാണ് കിട്ടി. പക്ഷേ ഇക്കൊല്ലം എനിക്ക് കിട്ടുമ്പോഴേക്ക് അത് പോയി. പിന്നെ കുറച്ച് ലോൺ ഉണ്ട് ബാങ്കിലൊക്കെ, അതിനെ അടയ്ക്കാൻ വേണ്ടി നോട്ടീസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സെൻട്രൽ ബാങ്കിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും. എത്ര ലക്ഷത്തിന്റെ? ഞങ്ങൾക്ക് 13 ലക്ഷം റുപ്യന്റെ അടുത്ത് ലോൺ വരുന്നുണ്ട്. 7, 3, 10, 10, 12 ലക്ഷം റുപ്യന്റെ അടുത്ത് ലോൺ വരുന്നുണ്ട്. അതെ, പേപ്പർ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. പക്ഷെ അത് ഓരോ കൊല്ലം കിട്ടുമ്പോൾ ഞങ്ങൾ പുതുക്കി എടുക്കും, വെച്ചിട്ട് തിരിച്ചെടുക്കും. കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുകയാണ്. പിന്നെ കുട്ടികളെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുണ്ടായി, അതൊക്കെ അടച്ചു തീർത്തു. ഒരു വണ്ടിന്റെ ലോൺ ഉണ്ടായി, അതും അടച്ചു തീർത്തു. ഇപ്പൊ എനിക്കൊരു 10ന്റെ മേലെ ഉണ്ട്, 12ന്റെ മേലെ ഉണ്ട്. ഇനിയിപ്പോ തിരിച്ചടയ്ക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അപ്പോൾ അത് ഗവൺമെന്റ് ഒന്നല്ലെങ്കിൽ ലോൺ എഴുതി തള്ളുക, അല്ലെങ്കിൽ എന്റെ സ്ഥലം എടുക്കുക, അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചെയ്തോട്ടെ. ഓട്ടോറിക്ഷയ്ക്ക് ഒരു സംഘടന തന്നതാണ്. പിന്നെ പീപ്പിൾ ഫൗണ്ടേഷൻകാരൻ പറഞ്ഞു എന്ത് പണിയും നിങ്ങൾക്ക് ചെയ്തു തരാ പറഞ്ഞു. എനിക്ക് പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും വേണ്ട, കൃഷി ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്തു തന്നാൽ മതി പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്താ വേണ്ടി ചെയ്തു തരാ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഓട്ടോ ഓടിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്. 67-ാമത്തെ വയസ്സിൽ ആണ് വന്നത്. ഞാൻ ഇതിലൊന്നും വരേണ്ട ആളല്ല, എനിക്ക് കൃഷിയാണ് മെയിൻ. കൃഷി ആരെങ്കിലും സംഘടനകൾ എനിക്ക് ആ കൃഷിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു തരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ആ ഭൂമിയിൽ കൃഷി ചെയ്യാനും പറ്റില്ല, അവിടെ കയറാനും പറ്റില്ല. കൃഷി ചെയ്യാന്നാണ് അവർ പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത്. മരം മാറ്റണം. 10,000 ലോഡ് കണക്കിന് മരമുണ്ട്. അതൊന്ന് മാറ്റി തരികയാണെങ്കിൽ എനിക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളായി തരികയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അതിനോടാണ് യോജിക്കുക. അത് ഗവൺമെന്റിനോട് ഞാൻ അതാ പറയാനുള്ളൂ. എനിക്ക് ഇപ്പൊ എങ്ങനെയാ ജീവിതം? ഈ ഓട്ടോ ഓടുമ്പോൾ ഒരു ദിവസം 150, 200, 250, 300 റുപ്യന് മേലെ കിട്ടൂല. രാവിലെ 8:30 വരും, വൈകുന്നേരം 8:30 മണിക്കാണ് വീട്ടിൽ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലത്തെ എരുമക്കല്ലി ഓട്ടോ സ്റ്റാൻഡിലത്തെ ഡ്രൈവർമാർ സഹകരണം കൊണ്ടാണ് എന്നെ ഇവിടെ ഓടാൻ വിട്ടത്. അപ്പൊ ഇന്നലെ എനിക്ക് പെർമിറ്റ് തന്നു കൽപ്പറ്റത്തെ. ഓടാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ പോയാലേ അറിയുള്ളൂ ഇത് എന്താന്നുള്ള സ്ഥിതി. ചേട്ടാ, 68 വയസ്സിൽ ഇതുവരെ ഉണ്ടാക്കിയിരുന്നതെല്ലാം തന്നെ നഷ്ടമായി കഴിഞ്ഞു. കടം തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു. പിന്നെയും പിടിച്ചു നിൽക്കുകയാണ്, പോരാടുകയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു ധൈര്യം വരുന്നത്? എനിക്ക് ധൈര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ആരും കൈ നീട്ടരുത്, സ്വന്തമായിട്ട് അധ്വാനിച്ച് തിന്നണം. ഇന്ന് വരെ അങ്ങനെയാണ് പഠിച്ചത്. ഇനിയും അതന്നെയാണ് എനിക്ക് ചെയ്യാനുള്ളത്. അല്ല ഗവൺമെന്റ് തരട്ടെ, അല്ല ജോലിയില്ല പറഞ്ഞിട്ട് ഇരിക്കുക, അങ്ങനത്തെ ഒന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. നമ്മൾ ജോലിക്ക് പോകണം, ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ, എന്തായാലും നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ. സർക്കാരിനോട് പറയാനുള്ളത് കൃഷിഭൂമി കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റി തരണം. അതെ, കൃഷിഭൂമി കൃഷി ചെയ്യാനുള്ള സൗകര്യത്തിൽ ചെയ്തു തരിക, അതിന് വേണ്ട നാശനഷ്ടങ്ങൾ വെച്ച് തരിക, കൃഷി ചെയ്യാനുള്ള ആനുകൂല്യം നമുക്ക് തരണം. നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഇല്ല, ഒരു 37,000 റുപ്യ എന്താ കൃഷിഭവൻ തന്നിട്ടുണ്ട്. അതിനല്ല മേലോട്ട് ഒരു പൈസ എനിക്ക് തന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യം കയറി ഇറങ്ങുന്നുണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഐസക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് എനിക്കിപ്പോ ഈ പെർമിറ്റ് തന്നെ കിട്ടാൻ കാരണം ഉണ്ടായത്. കുറെ ശ്രമിച്ചിരുന്നവരും പിന്നെ കുറെ നൂലാമാലകൾ ഉണ്ട്. അതിന്റെ ഒക്കെ അത് ഇല്ല, ഒന്നും കിട്ടിയില്ല. വീട് എനിക്ക് കൽപ്പറ്റയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. വീട് പോയി ഇല്ല. ചൂരമല ടൗണിൽ 6 മുറി കടമുറി ഉണ്ടായി, അതിലും കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായി, അതും പോയി. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത ആളാണ്.
ഇതിന്റെ ഒന്നും കണക്ക് സർക്കാരിനെ ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല ഒന്നും കിട്ടില്ല. പിന്നെ ഇന്നലെ ഞങ്ങളെ വിളിച്ചിട്ട് നമ്മുടെ സ്ഥലം അവർ ഏറ്റെടുക്കണം പാലം കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു തക്കതായ നഷ്ടപരിഹാരം തരികയാണെങ്കിൽ ഞങ്ങളത് വിട്ടുതരാം. എന്താണെങ്കിലും അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങളാണ് അണയ്യൻ ഓട്ടോയിലൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തോൽക്കാനാകില്ല. പക്ഷേ സർക്കാരിന് മുമ്പിൽ ഈ 68-കാരന് മുന്നോട്ട് വയ്ക്കാൻ ഒരുപാട് അഭ്യർത്ഥനകളുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇതേ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഈ ചൂരൽമല നിവാസികളിൽ പലർക്കും ഇതേ കാര്യം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കാനുണ്ടാവുക. സർക്കാർ അത് പരിഗണിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളതും. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.